പുഴയും കടന്നിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. വീട്ടിൽ തിരിച്ചെത്തിയ വിനീത് ഗംഗയുണ്ടാക്കിയ ദോശ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്തേക്ക് ചെല്ലാൻ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗംഗയോട് പറയുകയാ. അച്ഛൻ പറഞ്ഞതേ തിരുവനന്തപുരത്തേക്ക് ചെല്ലാനാ. അവിടെ ചെന്ന പള്ളിവക ഹോസ്റ്റലിന്റെയൊക്കെ തയ്യൽ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. എന്നവൻ പറയുന്നത് കേൾക്കെ സന്തോഷത്തോടെയും അമ്പരപ്പോടെയും തിരുവനന്തപുരത്തോ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അത് കണ്ട് വിനീതും കണ്ടില്ലേ, തിരുവനന്തപുരം കേട്ടപ്പോ ഗംഗ ഞെട്ടിയില്ല. ഞാനും ഇതുപോലെ തന്നെ ഞെട്ടിയതെന്ന് വിനീത് പറയുന്നുണ്ട്. ഞാൻ ഞെട്ടിയതൊന്നുമല്ല വിനീത്, എനിക്കതൊരു സർപ്രൈസ് പോലെ തോന്നിയതെന്ന് ഗംഗയും പറയുക. ഗംഗെ അവിടെ താമസിച്ച് ജോലി ചെയ്യണമെന്നാ പൗലോസ് അച്ഛൻ പറഞ്ഞത് എന്ന് വിനീത് പറയേ. നല്ലതല്ലേ, തിരുവനന്തപുരത്തൊരു ജോലി ഉണ്ടാവുമെന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ എന്ന് ഗംഗ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. ഗംഗെ, നമ്മൾ പോയിട്ടുള്ള സ്ഥലമാ തിരുവനന്തപുരം എന്ന് വിനീത് പറയേ. വല്ലപ്പോഴും ടൂർ പോകുന്ന പോലെയൊന്നുമല്ല. അതുപോലൊരു സിറ്റിയിൽ സ്ഥിര വരുമാനക്കാരനായിട്ട് താമസിക്കാന്ന് പറഞ്ഞാൽ അതൊരു അന്തസ് തന്നെയാ. ഈ നാട്ടുംപുറത്തല്ലേ ചെയ്യുന്ന ജോലിക്ക് കൂലിയില്ലാത്തത്. തിരുവനന്തപുരമൊക്കെ വേറെ ലെവലാ എന്ന് ഗംഗ പറയുന്നത് കേൾക്കേ. ഇതാരാ ഇപ്പോ നിന്നോട് പറഞ്ഞതെന്ന് വിനീതും ചോദിക്കുക. എന്തായാലും നമ്മളിനി താമസിക്കാൻ പോകുന്ന സ്ഥലമല്ലേ, വിവരങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിരിക്കുന്നത് നല്ലതല്ലേ എന്ന് ഗംഗ പറയുന്നത് കേൾക്കേ. ഓ, അപ്പോ തിരുവനന്തപുരത്ത് താമസമാക്കാമെന്നങ്ങ് തീരുമാനിച്ചോ എന്ന് വിനീതും ചോദിക്കും. അതെന്ത് ചോദ്യ വിനീതേട്ടാ, നിളയെ അവിടെ കിടത്തി ചികിത്സിക്കേണ്ടി വരുമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. കൂടെ ആര് നിൽക്കും? കൂടെ നിൽക്കുന്നവർക്കൊന്ന് അത്യാവശ്യമായിട്ട് കുളിക്കാനോ കിടന്നുറങ്ങാനോ സ്ഥലം വേണ്ടേ? അതിന് ഹോട്ടലിൽ റൂം എടുക്കോ, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തിലോ പരിചയത്തിലോ ആരെങ്കിലും സ്ഥിര താമസക്കാരായിട്ടുണ്ടോ അവിടെ? വല്ലപ്പോഴും വിരുന്നു ചെല്ലുമ്പോ 1-2 ദിവസം താമസിക്കാൻ പറ്റുന്നതിനപ്പുറം അവര് നമ്മളെ സൽക്കരിക്കോ എന്നൊക്കെ ഗംഗ പറയുന്നത് കേട്ട് അപ്പോ ഇക്കാര്യമെല്ലാം ആലോചിച്ചുറപ്പിച്ചല്ലേ എന്ന് വിനീതും ടെൻഷനോടെ ചോദിക്കുക. പിന്നെ ആലോചിക്കണ്ടേ വിനീതേട്ടാ, ഇപ്പോ പൗലോസച്ചൻ പറഞ്ഞ ഈ ജോലിയൊക്കെ ദൈവത്തിന്റെ ഒരു പ്ലാൻ ആയിട്ടാ എനിക്ക് തോന്നുന്നത് എന്നവൾ പറയേ. ദൈവത്തിന്റെ പ്ലാനാ എന്ന് വിനീതു. അതെ, അല്ല വിനീതേട്ടൻ പൗലോസച്ചനോട് എന്ത് പറഞ്ഞു എന്നവൾ ചോദിക്കേ. ഞാനൊന്നും പറഞ്ഞില്ല ഗംഗയെന്ന് വിനീത്. അതെന്താ വിനീതേട്ടാ, മറുപടിയൊന്നും പറയാതിരുന്ന ആ ചാൻസ് വേറെ ആർക്കെങ്കിലും കിട്ടിയാൽ എന്ന് ഗംഗ ടെൻഷനോടെ ചോദിക്കേ. അങ്ങനെ പോകുന്നെങ്കിൽ പോട്ടെ ഗംഗ എന്ന് വിനീതും പറയുന്നുണ്ട്. പോട്ടേന്നോ എന്നവൾ ടെൻഷനോടെ ചോദിക്കും. അതൊന്നും നമുക്ക് സെറ്റ് ആവില്ല ഗംഗെ എന്ന് വിനീതും ടെൻഷനോടെ പറയുക. സെറ്റ് ആവില്ലെന്നോ? എന്താ വിനീതേട്ടാ എന്ന് ഗംഗ ചോദിക്കേ. അത് പിന്നെ അവിടെയൊക്കെ ഭയങ്കര ചൂടാവും ഗംഗെ. ഇവിടുത്തെ ഈ മഞ്ഞില്ലേ, അതൊന്നും അവിടെ ഇല്ല. പിന്നെ നല്ല കാറ്റ്, തെളിമയുള്ള വെള്ളം, നല്ല വെള്ളമൊക്കെ ആയോണ്ടല്ലേ ദോശയ്ക്ക് ഈ ടേസ്റ്റ് എന്നവൻ പറയേ. ദോശയാണോ വിനീതേട്ടാ ഇപ്പൊ പ്രശ്നം എന്ന് ഗംഗ ചോദിക്കുക. ദോശയും പ്രശ്നമാണ് എന്ന് പറഞ്ഞവൻ എഴുന്നേറ്റ് ഇത്രയും മതി ഗംഗെ, ബാക്കി ഞാൻ ഡൈനിങ് ടേബിളിൽ പോയി കഴിച്ചോളാം എന്ന് പറഞ്ഞവൻ അവിടുന്ന് നടന്നു നീങ്ങുകയാണ്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയുമായി എത്തിയിരിക്കുകയാണ് കാവേരി. അത് വായിച്ചു നോക്കി പോലീസുകാരനും കാവേരിയോടായി ചോദിക്കുന്നുണ്ട്. ഇതിവിടെ നേരത്തെ വിപിൻ സാറിന്റെ കയ്യിൽ കൊടുത്ത പരാതിയല്ല, ഇതിൽ നടപടിയൊന്നും എടുക്കാൻ പറ്റില്ലെന്ന് വിപിൻ സാർ കൊച്ചിനോട് പറഞ്ഞിട്ടുള്ളതല്ല എന്നാ സാർ ചോദിക്കേ. പക്ഷേ സാർ അത് എന്ന് കാവേരി. ഇതേ കൊച്ചിന്റെ കയ്യിൽ തന്നെ വെച്ചോ എന്ന് പറഞ്ഞ പരാതി അവൾക്ക് തിരികെ നൽകി. ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളതാ, അവരെ പട്ടിണിയാക്കാൻ വയ്യെന്ന് ആ സാറും. പിന്നെന്തിനാ സാർ ഇവിടെ ഈ പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചിരിക്കുന്നത്? സാർ എന്തിനാ ഈ യൂണിഫോം ഇട്ടിരിക്കുന്നതെന്ന് കാവേരി ചോദിക്കേ. അതൊക്കെ ഇവിടുത്തെ ചെറിയ പ്രശ്നങ്ങൾ തീർക്കാനാ. കൊച്ചിന്റെ പരാതി തീർക്കണമെങ്കിലേ ഇവിടെ പുതിയൊരു അവതാരം തന്നെ വേണ്ടിവരും എന്നാ സാർ പറയുമ്പോഴേക്കും ഈ പരാതി വാങ്ങിക്കണം സാർ എന്ന് കാവേരി വീണ്ടും പറയുന്നുണ്ട്. ഒരിക്കൽ അന്വേഷിച്ചിട്ട് തെളിവുകളില്ലാതെ തള്ളിയ കേസല്ലേ, ആ പരാതി വീണ്ടും എടുക്കാൻ സൗകര്യമില്ല. കൊച്ചു മുകളിലുള്ള സാറന്മാർക്ക് ആർക്ക് വേണേലും പരാതി കൊടുത്തോ എന്ന് ആ സാർ പറയേ. അങ്ങനെ ഇത് മടക്കി വാങ്ങി മുകളിലുള്ള സാറന്മാരുള്ളിടത്തേക്ക് ചുരുട്ടിക്കെട്ടി കൊണ്ടുപോകാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇതിവിടെ തരാനാണ് വന്നതെങ്കിൽ ഇവിടെ തന്നെ തന്നിരിക്കുമെന്ന് കാവേരിയും തീർത്തു പറയും. ഓ ശരി കാണട്ടെ എന്നാ സാർ. എന്നാ കണ്ടോ എന്ന് പറഞ്ഞ് കാവേരി ആ പരാതിയുമായി എഴുന്നേറ്റ് തറയിലേക്കിരുന്ന് എന്റെ പരാതി വാങ്ങിച്ചിട്ട് ഞാൻ ഇവിടുന്ന് അനങ്ങാൻ പോകുന്നുള്ളൂ. അപ്പോഴേക്കും പുതിയ വനിതാ SI ചാരുലത മാഡം ആ സ്റ്റേഷന്റെ മുറ്റത്ത് പോലീസ് ജീപ്പിൽ വന്നിറങ്ങുന്നുണ്ട്. അപ്പോഴേക്കും വേറൊരു പോലീസുകാരൻ അങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കുന്ന സാറിനോടായി, സാറേ ഇതെങ്ങനെയെങ്കിലും സോൾവ് ആക്കി വിട്, SI സാറ് വരാൻ സമയമായി, പ്രശ്നമാവേ എന്ന് പറയുമ്പോഴേക്കും ചാരുലത മാഡം സ്റ്റേഷനിലേക്ക് വരാൻ തുടങ്ങിയിരുന്നു. ആ പോലീസുകാരൻ തറയിലിരിക്കുന്ന കാവേരിയുടെ അരികിലേക്ക് ചെന്ന് എഴുന്നേൽക്കടി എവിടുന്ന് എന്ന് പറയേ. സാറിന് പരാതി വാങ്ങാൻ സൗകര്യമില്ലെന്നല്ലേ പറഞ്ഞത്, എനിക്ക് ഇവിടുന്ന് എഴുന്നേൽക്കാനും സൗകര്യമില്ല എന്ന് കാവേരിയും പറയുന്നുണ്ട്. തൂക്കിയെടുത്ത് നിന്നെ ലോക്കപ്പിലിടും, പിന്നെ നിനക്കിവിടെ സ്ഥിര താമസമാക്കാം, മര്യാദയ്ക്ക് എഴുന്നേറ്റോ, മര്യാദയ്ക്ക് എഴുന്നേൽക്കടി എന്ന് പറഞ്ഞ് കാവേരിയെ പിടിച്ചു മാറ്റാൻ തുടങ്ങി. കൈ പിൻവലിക്കുകയാ ആ സാർ. കാവേരിയും അദ്ദേഹത്തെ ദേഷ്യത്തോടെ നോക്കി. എന്റെ ദേഹത്ത് തൊട്ട സാർ വിവരമറിയും, അതൊരു പെണ്ണാണെന്ന പരിഗണനയിലൊന്നുമല്ല ആ കേസ് എടുക്കുന്നത് കാവേരിയായിരിക്കും. ഭാര്യയും കുഞ്ഞുങ്ങളും ഉള്ളതാണെന്നല്ലേ പറഞ്ഞത്, അവരെ വെറുതെ ആശുപത്രിയിൽ കാവലിരുത്തണ്ട എന്ന് പറയുമ്പോഴേക്കും നേരത്തെയുള്ള പോലീസുകാരൻ വന്ന്, സാറേ സോൾവ് ആക്കാൻ ഞാൻ പറഞ്ഞതല്ലേ. ചാരുലത മാഡം എത്തി എന്ന് പറയുമ്പോഴേക്കും SI ചാരുലതയും അങ്ങോട്ടെത്തിയിരുന്നു. പോലീസുകാർ അവരെ സല്യൂട്ട് ചെയ്യുമ്പോഴേക്കും ചാരുലത മാഡം അങ്ങോട്ട് വന്ന്,
തറയിലിരിക്കുന്ന കാവേരിയെ ശ്രദ്ധിച്ച് എന്താ സോമൻ സാർ പ്രശ്നമെന്ന് ചോദിക്കുന്നു. അത് പ്രശ്നമൊന്നും ഇല്ല മാഡം, ഇത് രേണി കേസാ, ഞാൻ പറഞ്ഞു വിട്ടോളാമെന്ന് സാർ പറയുകയാ. എങ്കിലും എന്റെ സ്റ്റേഷന്റെ പരിധിയിൽ ഒരാളൊരു കുത്തിയിരിപ്പ് സമരം നടത്തുമ്പോൾ അതിന്റെ കാരണം കൂടി ഞാൻ അറിഞ്ഞിരിക്കണ്ടേ എന്ന് മാഡം ചോദിക്കേ. പ്രശ്നം വേറൊന്നുമല്ല മാഡം, ഞാൻ കൊടുത്ത കംപ്ലൈന്റ് വാങ്ങിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്ന് കാവേരി പറയും. മാഡം സംശയത്തോടെ ആ പോലീസുകാരനെ നോക്കെ. മാഡം, ഇത് ഇത്തിരി കുഴപ്പം പിടിച്ച കേസാ, ഇതുമായി ബന്ധപ്പെട്ട വിപിൻ സാറിനെ വയനാട്ടിലേക്ക് തട്ടിയത് എന്നാ പോലീസുകാരൻ പറയുമ്പോഴേക്കും കാവേരി ശ്രദ്ധിച്ച് ഇയാൾ എഴുന്നേൽക്കണം എന്ന് ചാരുലത മാഡം പറയുന്നുണ്ട്. എന്റെ പരാതി സ്വീകരിക്കണം മാഡം എന്ന് കാവേരി പറയേ. പരാതിയൊക്കെ സ്വീകരിക്കാം, ആദ്യം എഴുന്നേൽക്കുന്ന മാഡം പറയേ. കാവേരി എവിടെ നിന്ന് എഴുന്നേൽക്കുകയോ. എന്താ നിന്റെ പേര് എന്ന് മാഡം ചോദിക്കേ. കാവേരി എന്നവളും. എന്ത് കാന്താരിയോ എന്ന് മാഡം വീണ്ടും ചോദിക്കേ. കാവേരി എന്നവൾ ഉറപ്പിച്ചു പറയുന്നു. നീ വാ എന്ന് പറഞ്ഞ് ചാരുലത മാഡം നടന്നു നീങ്ങി. പിന്നെ സോമൻ സാറേ, ഇതുപോലെ കുഴപ്പം പിടിച്ച കേസുകളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വിട്ടേക്ക്, നിങ്ങൾ ഇതിലൊക്കെ പിടിച്ച് തൂങ്ങാൻ നിൽക്കണം. എനിക്കാണെങ്കിൽ വയനാട്ടിലൊക്കെ കറങ്ങാൻ വലിയ ആഗ്രഹം. അടിപൊളി ക്ലൈമറ്റ് അല്ലേ എന്ന് പറഞ്ഞ് പുഞ്ചിരിയോടെ അകത്തേക്ക് കയറി പോവുകയാണ്. പിന്നീട് കാവേരി കാര്യങ്ങളെല്ലാം SIയോട് പറയുന്നുണ്ട്. ഇതാണ് മാഡം ശരിക്കും ഉണ്ടായത്. അവരെന്റെ അച്ഛന്റെ പണം തട്ടിയെടുത്തത് മാത്രമായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ക്ഷമിച്ചേനെ. അയാൾ എന്റെ അച്ഛന്റെ ജീവനും കൂടി. ജയപാലന്റെ തോട്ടക്കാരൻ ശിവരാമനും അച്ഛൻ അക്കൗണ്ട് ഉണ്ടായിരുന്ന ബാങ്കിന്റെ മാനേജറും ഒക്കെ തെളിവ് തരാൻ തയ്യാറാണ് മാഡം എന്ന് കാവേരി പറയുമ്പോഴേക്കും മാഡം ഒരു പോലീസുകാരനെ വിളിച്ച് ആ സോമൻ സാറിനെ ഇങ്ങോട്ട് വിളിക്കുന്നു പറയുന്നുണ്ട്. അയാൾ പോകുമ്പോഴേക്കും 5 ഏക്കറാണല്ലേ തോട്ടം എന്ന് ചോദിക്കേ. അതെ എന്ന് കാവേരിയും. കുട്ടിയുടെ അച്ഛൻ എത്ര പണം കൊടുത്തു എന്ന് പറഞ്ഞത്? 50 ലക്ഷം. തോട്ടത്തിന്റെ പണം മുഴുവനും കൊടുത്തു മാഡം. അനിയത്തിക്കൊരു ഹാർട്ട് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുകയാണ് മാഡം. 10 ലക്ഷം രൂപയോളം ചിലവ് വരും. അതിനുള്ള പണം കണ്ടെത്താൻ പ്രയാസപ്പെടുമ്പോഴാണ് ഞങ്ങളുടെ പണം ജയപാലൻ അന്യായമായി കൈവശം വെച്ചിരിക്കുന്നത് എന്ന് കാവേരി പറയുമ്പോഴേക്കും സോമൻ സാർ അങ്ങോട്ടെത്തുകയാണ്. മാഡം അയാളോടായി ഈ കുട്ടിയുടെ പരാതി എന്താ സ്വീകരിക്കാതിരുന്നത് എന്ന് ചോദിക്കേ. അടിസ്ഥാനരഹിതമായ പരാതിയാണ് മാഡം എന്ന് സോമൻ. അക്കാര്യം അന്വേഷിക്കാതെ താൻ അങ്ങ് നിശ്ചയിച്ചോ എന്ന് മാഡം ചോദിക്കേ. മുമ്പുണ്ടായിരുന്ന CA വിപിൻ സാറ് അന്വേഷിച്ചതാ എന്ന് സോമൻ സാർ പറയുന്നുണ്ട്. വിപിൻ സാർ എന്ത് അന്വേഷിച്ചെന്ന്? പരാതിയിൽ കുറ്റക്കാരനെന്ന് ആരോപിക്കുന്നയാളെ ഈ ജയപാലനെ നിങ്ങൾ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു എന്ന് മാഡം ചോദിക്കേ. ജയപാലൻ സാറ് പണം തട്ടിയെടുത്തെന്നാ ഈ കുട്ടി പറയുന്നത്. അയാൾ ഒരു മാന്യനും സമൂഹത്തിന് നിലയും വിലയുമുള്ള ഒരാളും കൂടിയാണ് എന്ന് സോമൻ സാർ പറയുന്നുണ്ട്. മാഡവും സോമൻ സാർ ഒരു കാര്യം ചെയ്യേ, ഈ പേപ്പറിലൊന്ന് ഒപ്പിട്ട് തന്നെ എന്ന് പറയേ. എന്താണ് മാഡം എന്ന് സാറും ചോദിക്കുന്നുണ്ട്. പോലീസ് ഉദ്യോഗം രാജിവെച്ചിരിക്കുന്നു എന്ന്. ഈ പണി നിർത്തിപ്പോയിട്ട് സാറ് ജയപാലിന്റെ കുക്കോ തോട്ടക്കാരനോ ആയിട്ടുള്ള എന്തെങ്കിലും പണി ചെയ്യേ. അടുത്ത മാസം മുതലേ അയാൾ ശമ്പളം തരും എന്ന് പറയേ. അയാളും ടെൻഷനോടെ മാഡം എന്ന് വിളിക്കുന്നുണ്ട്. ഈ പേപ്പർ സാറ് തന്നെ വെച്ച് എന്തെങ്കിലും പരാതി സ്വീകരിക്കാതിരിക്കുമ്പോ ഈ കാര്യം ഓർമ്മ വരണം. സാർ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ ഞാൻ മുകളിലേക്ക് റിപ്പോർട്ട് കൊടുക്കും. രണ്ടിന്റെയും ഫലം ഒന്നു തന്നെയാ എന്ന് പറഞ്ഞ പേപ്പർ നീട്ടുമ്പോഴേക്കും സോമൻ സാറും ആ പേപ്പർ വാങ്ങി മാഡം എന്ന് വിളിക്കേ. സാർ പോയിക്കോ എന്ന് മാഡം പറയുന്നു. ആ സാർ അവിടെ നിന്ന് പോകുമ്പോഴേക്കും കാവേരി നാളെ 10 മണിക്ക് ഇവിടെ ഉണ്ടാവും. കാവേരിയുടെ അച്ഛൻ തോട്ടത്തിന് പണം മുടക്കിയതിലുള്ള എല്ലാ തെളിവുകളും കയ്യിലുണ്ടാവണം. ആ തോട്ടക്കാരനും ബാങ്ക് മാനേജറും ഇവിടെ വന്ന് മൊഴി തരണം. ബാക്കി കാര്യം ഞാൻ ഏറ്റു എന്ന് മാഡം പറയുന്നത് കേൾക്കേ. പണം മടക്കി കിട്ടുമോ മാഡം എന്ന് കാവേരിയും ചോദിക്കും. ഞാനല്ലേ പറയുന്നത്, കാവേരി ധൈര്യമായിട്ട് പോയിക്കോ എന്ന് മാഡം പറയേ. താങ്ക് യു മാഡം എന്ന് പറഞ്ഞ് കാവേരി എഴുന്നേറ്റ് പോവാൻ തുടങ്ങുകയാ. അപ്പോഴേക്കും മാഡം വീണ്ടും വിളിക്കുകയാ. കാവേരി 1 മിനിറ്റ്. നീതിയും ന്യായവും നടപ്പാക്കി കിട്ടാനുള്ള കുത്തിരിപ്പ് സമരമൊന്നും ഇനി വേണ്ട കേട്ടോ. ഈ പോലീസ് സ്റ്റേഷന് ഒരു നാഥയുണ്ട്, ചാരുലത എന്ന് പറയേ. താങ്ക് യു മാഡം എന്ന് പുഞ്ചിരിയോടെ പറഞ്ഞ് കാവേരി എവിടെ നിന്ന് ഇറങ്ങുകയാ. കാവേരി തന്റെ സ്കൂട്ടിയും എടുത്ത് അവിടെ നിന്ന് പോകുമ്പോഴേക്കും നിവിൻ സ്റ്റേഷനിലേക്ക് എത്തുന്നുണ്ട്. അവൻ അകത്തേക്ക് കയറി സോമൻ സാറിന്റെ അരികിൽ എത്തുമ്പോഴേക്കും എന്താ കാര്യമെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ചാരുലത മാഡത്തെ ഒന്ന് കാണണമായിരുന്നു. എന്താ കേസ് എന്ന് സോമൻ സാർ ചോദിക്കും. ഒരു കോളേജ് ലെക്ചററുടെ കാറിന്റെ ടയറിന്റെ കാറ്റഴിച്ചുവിട്ട കേസ് എന്നവൻ പറയുന്നവർക്ക് ടയറിന്റെ കാറ്റഴിച്ചിട്ട കേസോ എന്ന് സോമൻ സാറും ചോദിക്കും. മഴത്തുള്ളി കേസ് എന്ന് പറഞ്ഞാൽ മതി, മാഡത്തിന് അറിയാം എന്ന് നിവിൻ പറയേ. സോമൻ സാർ മാഡത്തിന്റെ അരിയിലേക്ക് പോവുകയും പിന്നീട് സോമൻ സാർ ഇറങ്ങി വന്ന് അതെ അകത്തേക്ക് ചെല്ലാൻ പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും നിവിൻ ചാരുലതയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അവൻ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും അവനെ കണ്ട് സന്തോഷത്തോടെ എഴുന്നേറ്റ് എടാ ഹണിബി എന്നവൾ വിളിക്കുന്നുണ്ട്. പോടി മഴത്തുള്ളി എന്ന് ചിരിയോടെ അവനും. നീ വാ എന്ന് അവൾ വിളിക്കുക. നിവിൻ അവളുടെ അരികിലേക്ക് ചെന്ന് രണ്ടുപേരും പരസ്പരം ക്ലാപ്പ് അടിക്കുകയാ. അവൻ ചേറിലേക്കിരുന്ന് ഞാൻ കരുതിയതേ നീ എന്നെ 5 മിനിറ്റെങ്കിലും പുറത്ത് കാത്തു നിൽത്തുമെന്നാ. SI സാറിന്റെ ഒരു പവർ കാണിക്കണ്ടേ എന്നവൻ ചോദിക്കേ. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നീ എന്റെ പൂർവാശ്രമ കഥയൊക്കെ പറഞ്ഞ് എന്നെ നാറ്റിച്ചാലൊന്ന് പേടിച്ചിട്ട. തലയിൽ മുണ്ടിട്ട് കസേരയിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്നവളും പറയുന്നു. ആ പോലീസുകാരൻ കേസ് എന്താന്ന് ചോദിച്ചപ്പോഴേ ഞാനൊരു സൈഡിൽ നിന്ന് തുടങ്ങിയതായിരുന്നു. വെള്ള ചുരിദാറിട്ട് വന്ന നിന്റെ ദേഹത്ത് ഒരു കാറ് ചെളി തെറിപ്പിച്ചതും ഞങ്ങള് 2-3 ഫ്രണ്ട്സ് ചേർന്ന് ആ കാറിന്റെ ടയറിന്റെ കാറ്റഴിച്ചു വിട്ടതും. നിനക്ക് ചുരിദാറൊന്ന് വാങ്ങിച്ചു തന്നപ്പോ നിന്റെ പ്രശ്നം തീർന്നു. കാറ് പുതിയ ലെക്ചറിന്റെ ആയതുകൊണ്ട് 2 ആഴ്ച വേണ്ടി വന്നു.
ഞങ്ങൾക്ക് 3 പേർക്കും പിന്നെ കോളേജിന്റെ പടി കയറാൻ എന്നവൻ ചിരിയോടെ പറഞ്ഞു നിർത്തേ. നീ മഴത്തുള്ളി കേസ് എന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് ആളെ പിടികിട്ടി. ദേ എന്റെ നിക് നെയിം ഒന്നും നീ ഇവിടെ പൊട്ടിച്ചേക്കല്ലേ എന്ന് ചാരുലത പറയുന്നു. ഏയ് അതെ, നീ ഇവിടെ വിലസേണ്ടത് എന്റെയും കൂടി ആവശ്യമല്ലേ, അതിനല്ലേ ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നവൻ പറയേ ചാരുവും പറയുന്നുണ്ട്. ഒരിക്കൽ ടൂർ വന്നപ്പോ എന്റെ മനസ്സിൽ ഇടം പിടിച്ച ഇടമാ പുഷ്പവാടി. ജോലി ചെയ്യുകയാണെങ്കിൽ അത് ഇതുപോലൊരു സ്ഥലത്താവണമെന്ന് അന്ന് ആഗ്രഹിക്കുകയും ചെയ്തു. പക്ഷേ അത് സാധിക്കുമെന്ന് കരുതിയില്ല കേട്ടോ എന്ന്. ആ ആഗ്രഹ സാഫല്യത്തിന് പിന്നിലെ ഞാനാണെന്നുള്ള ഒരു ഉപകരണ സ്മരണ വേണം കേട്ടോ എന്ന് നിവിൻ ഓർമ്മിപ്പിക്കേ. ഉറപ്പായിട്ടും ഉണ്ടാവും. അല്ല പറ, എങ്ങനെയായിരുന്നു ഓപ്പറേഷൻ എന്ന് ചാരുലത ചോദിക്കുന്നുണ്ട്. ഇവിടെ ഇരുന്ന വിമൽകുമാറെ ആകെ പ്രശ്നമായിരുന്നു. എന്റെ അമ്മാവന്റെ സ്റ്റോറി ഞാൻ തന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ജയപാലനകളും വിപിനും കൂടി ഈ പുഷ്പവാടി മൊത്തം അങ്ങ് വിഴുങ്ങുമെന്ന സ്ഥിതി വന്നപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു മാറ്റത്തിന് ശ്രമിച്ചത്. നമ്മുടെ ക്ലാസ്മേറ്റ് സുധീർ ബാബുവിന്റെ അച്ഛൻ ഹോം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് തനിക്കറിയാലോ. ഒരേ ഒരു ഫോൺ കോൾ, വിപിൻ കുമാർ വയനാട്ടിലും താൻ ഇവിടെയും എന്ന് നിവിൻ പറയെ ചാരുലതയും ചിരിയോടെ പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാരെല്ലാം ധരിച്ചു വെച്ചിരിക്കുന്നതേ നിന്റെ ജയപാലനങ്ങളിനെതിരെ നീങ്ങിയത് കൊണ്ടാ വിപിന് പണി കിട്ടിയതെന്നായെന്ന് ചാരുവും പറയുന്നു. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, എങ്കിലേ നമ്മുടെ കാര്യം നടക്കൂ എന്ന് നിവിൻ പറയുന്നുണ്ട്. നിന്റെ കാന്താരിയെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ എന്നവൾ കളിയാക്കി പറയേ. ദേ കാന്താരിയല്ല കാവേരി എന്ന് നിവിൻ ഓർമ്മിപ്പിക്കുന്നു. രണ്ടും ഒന്നു തന്നെ, കാവേരിയും കാന്താരിയും എന്ന് ചാരുലത പറയേ. അല്ല, കാവേരി എപ്പോഴാ പരിചയപ്പെട്ടെന്ന് നിവിൻ ചോദിക്കുന്നുണ്ട്. ആളിപ്പോ ഇവിടുന്ന് പോയതേ ഉള്ളൂ. സ്റ്റേഷനിൽ ഒറ്റയ്ക്കൊരു ഗരാവോയും വഴിതടയലും പിക്കപ്പും എല്ലാമായ ഞാൻ ആളെ പരിചയപ്പെടുന്നത്. ആളൊരു കാന്താരി തന്നെയെന്ന് ചാരുലത ചിരിയോടെ പറയുന്നുണ്ട്. കാവേരി ഒരു പാവമാണ് ചാരു, സാഹചര്യങ്ങളാ അവളെ കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്യിക്കുന്നെന്ന് ടെൻഷനോടെ നിവിൻ പറയുന്നു. എനിക്ക് മനസ്സിലായി, നീതിക്ക് വേണ്ടി എല്ലാ വാതിലും തട്ടി. നിരാശയായ ഒരു പെൺകുട്ടിയുടെ വിഷമമാ അവൾ ദേഷ്യത്തിലൂടെ കാണിക്കുന്നത്. പക്ഷേ ഇത്തവണ അവൾക്ക് നിരാശപ്പെടേണ്ടി വരില്ല. കാവേരിക്ക് നീതി ലഭിച്ചിരിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ചാരുലതയും. രാത്രി സ്നേഹതീരത്തിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുക. നിളയുടെ പ്ലേറ്റിലേക്ക് ഗംഗ ചോറ് വിളമ്പുമ്പോഴേക്കും പൊറോട്ടയല്ലേ ഞാൻ ചോദിച്ചതെന്ന് നിള ചോദിക്കുക. മോൾക്ക് അസുഖമായോണ്ടാ പൊറോട്ട വാങ്ങിക്കാത്തത് എന്ന് വിനീത് പറയേ. എനിക്കെന്താ അസുഖം എന്ന് അവളും ചോദിക്കുക. നിനക്കൊരു കുഴപ്പവുമില്ല മോളെ എന്ന് ഗംഗ പറയുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ എന്തോ അസുഖമുണ്ടെന്ന് എന്നവൾ സംശയത്തോടെ ചോദിക്കേ. അത് ഒരു ഉറുമ്പുംകാലിന്റെ അത്രയും അസുഖമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ഗംഗ പറയുമ്പോഴേക്കും ശാരദ അവളുടെ പ്ലേറ്റിലേക്ക് സാമ്പാർ വിളമ്പുക. കഴിക്കുന്ന ഗംഗ അവളോട് പറയുമ്പോഴും ടെൻഷനോടെ കഴിക്കാതിരിക്കുന്ന കാവേരിയെ ശ്രദ്ധിച്ചു. അല്ല കാവേരി ചേച്ചി എന്താ കഴിക്കാതെ ആലോചിച്ചിരിക്കുന്നതെന്ന് യമുന ചോദിക്കുന്നുണ്ട്. നാളെ ഈ നേരം ആവുമ്പോഴേക്കും പണം കയ്യിൽ കിട്ടുമായിരിക്കുമല്ലേ എന്ന് കാവേരി ചോദിക്കേ. ഏത് പണമാടി എന്ന് അച്ഛമ്മയും ചോദിക്കും. നമ്മുടെ തോട്ടത്തിന്റെ പണം, ജയപാലൻ അച്ഛനെ ചതിച്ച് സ്വന്തമാക്കിയ കാശ് എന്ന് കാവേരി പറയുന്നതൽക്കെ ആ പണം തിരിച്ചു കിട്ടുമെന്നുള്ള വിശ്വാസം ഇപ്പൊ നിനക്ക് മാത്രമല്ലേ ഉള്ളൂ എന്ന് അമ്മയും ചോദിക്കുന്നുണ്ട്. ഇത്തവണ അങ്ങനെയല്ല അമ്മേ, പണം ജയപാലന് തരേണ്ടി വരും. അയാളെ കൊണ്ടാ കാശ് കാൽക്കൽ കൊണ്ടുവന്ന് വെപ്പിക്കും ഞാൻ എന്ന് കാവേരിയും ആത്മവിശ്വാസത്തോടെ പറയുകയാ. നടക്കുമോ ചേച്ചി എന്ന് യമുനയും ചോദിക്കുന്നുണ്ട്. സ്റ്റേഷനിൽ ചാർജ് എടുത്ത പുതിയ എസ്ഐയുടെ കാര്യം ഞാൻ പറഞ്ഞില്ല. അവര് നല്ലയാളാ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ഷമയോടെയാ കേട്ടത്. സഹായിക്കാമെന്ന് ഉറപ്പും തന്നിട്ടുണ്ട്. ജയപാലിനെ നാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കൈവശമുള്ള തെളിവുകളുമായിട്ട് ചെന്ന ഉറപ്പായിട്ടും പണം വാങ്ങിത്തരാമെന്നാ ചാരുലത മേഡം പറഞ്ഞിരിക്കുന്നത് എന്ന് കാവേരി പറഞ്ഞു നിർത്തേ. പണം തിരിച്ചു കിട്ടാൻ നമ്മുടെ കയ്യിലുള്ള തെളിവുകളൊക്കെ മതിയാവുമോ ചേച്ചി എന്ന് യമുനയും ചോദിക്കുക. ഇപ്പോ ഒരു ഡയറി മാത്രമല്ലല്ലോ നമ്മുടെ കയ്യിലുള്ളത്. അച്ഛൻ ഗൾഫിൽ ഉപയോഗിച്ചിരുന്ന മൊബൈലും ഒരു സ്ട്രോങ് എവിഡൻസാ. തോട്ടത്തിനു വേണ്ടി ജയപാലിന് പണം കൈമാറിയതിന്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അച്ഛൻ അയച്ച വോയിസ് മെസ്സേജുകളും ജയപാലൻ അതിന് നൽകിയ മറുപടിയും ഉണ്ട്. അതിനു പുറമെ കോൾ റെക്കോർഡുകളും ടെക്സ്റ്റ് മെസ്സേജുകളും ഒക്കെ എന്ന് കാവേരി പറയുന്നത് കേൾക്കെ ഒരു സംശയം ചോദിച്ചോട്ടെ ചേച്ചി എന്ന് യമുനയും ചോദിക്കുക. അന്നത്തെ CI വിപിൻ കുമാർ സാർ പറഞ്ഞില്ലേ ഈ തെളിവുകളൊക്കെ ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്തതാണെന്ന്. ജയപാലൻ അങ്ങനെ വാദിച്ചാലോ എന്ന് അവൾ ചോദിക്കുക. പിന്നീട് എഴുതി ചേർത്തതാണെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞത് ഡയറിയുടെ കാര്യത്തിലല്ലേ. മൊബൈലിൽ അങ്ങനെയൊന്നും പറ്റില്ലടി. കോൾ റെക്കോർഡും ചാറ്റും മെസ്സേജും ഒക്കെ ഏത് സമയത്തുള്ളതാണെന്ന് പോലീസിന് മൊബൈലിലെ ഡേറ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേയുള്ളൂ എന്ന് കാവേരി പറഞ്ഞു നിർത്തേ. അപ്പോ ജയപാലൻ കുടുങ്ങുമെന്ന് ഉറപ്പാണോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. സംശയം എന്താ, ഗംഗേച്ചിയും വിനീതേട്ടനും കൂടി വരണം സ്റ്റേഷനിൽ ആ കാഴ്ച കാണാൻ എന്ന് കാവേരി പറയേ. നാളെ എപ്പോഴാ സ്റ്റേഷനിൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. രാവിലെ 10 മണിക്കെന്ന് കാവേരിയും. രാവിലെ ഒരു കല്യാണത്തിന്റെ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അത് ഞാൻ നേരത്തെ അങ്ങ് തീർത്തു വെച്ചേക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടി കടയിലേക്ക് വന്നാൽ മതിയെന്ന് ഗംഗയോടും കാവേരിയോടുമായി വിനീത് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള 1-2 ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അവിടെ ജോലി കിട്ടാനൊക്കെ വളരെ എളുപ്പമാണെന്നാ അവര് പറയുന്നത്. പണം കിട്ടിയാൽ ഉടനെ നമുക്ക് ഇവിടുന്ന് പോവാമെന്ന് കാവേരി പറയുന്നത് കേൾക്കെ ടെൻഷനോടെ ഇരിക്കുകയാണ് എല്ലാവരും. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. കാവേരിയുടെ കൈവശമുള്ള തെളിവുകളെല്ലാം ജയപാലൻ നശിപ്പിക്കുന്നതും തെളിവുകൾ ഹാജരാക്കാനായി കാവേരിയെ വെല്ലുവിളിക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.